കുന്നംകുളം രൺബീർ കപൂറിൻ്റെ ഒരു സംഭവം വന്നിട്ടൊന്ന് കാണാം. ഞാൻ ചോദിക്കാം ഇമാജിൻ നെക്സ്റ്റ് ഇയർ യു പ്ലാൻ ടു ഗോ ടു ബിഗ് ബോസ്. നിങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെറ്റ് എക്സാമ്പിൾ നിങ്ങൾ പുറത്തുള്ള ഒരാൾ പറയുന്നു ഈ വർഷം വിന്നർ ഇയാളാവും. അപ്പോൾ നിങ്ങൾ മാനസിക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും മൈൻഡിൽ? കൃത്യമായിട്ട് ആദ്യമേ തന്നെ മുൻപിൽ കൂടി കാണാൻ പറ്റില്ല. ഈ ഷോയിൽ പോകാൻ പക്ഷേ വിന്നർ ഇയാളായിരിക്കും. അതായത് നമ്മൾ തന്നെ ഞാൻ തന്നെ പറയുന്നത് മറ്റൊരാളായിരിക്കും. ഏത് മെസ്സേജ് ചെയ്യണം അടുത്ത മെസ്സേജ് പക്ഷേ അയാൾ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല ഇയാളായിരിക്കും ഷോയിൽ മുമ്പ്. അപ്പോൾ എൻ്റെ മൈൻഡ് എന്തായിരിക്കും മണ്ടനെ കറക്റ്റാണോ അയാൾ കറക്റ്റ് ചെയ്തു ആ വിന്നറുമായി സെറ്റ് ആയി പറഞ്ഞ ആൾ പേര് കറക്റ്റ് എങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആൾ പിയർ ഞാൻ പറയില്ല ആളില്ല അല്ല ആൾ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു അതെനിക്കറിയില്ല. പക്ഷേ കറക്റ്റായിട്ടും എൻ്റെ മെന്റൽ ഡൗൺ ആക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്. ആ പേര് ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ നോക്കി പോയോ ഇതാരെ പറഞ്ഞെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നിനക്ക് വേണ്ടി PR വിളിച്ച് ചോദിച്ചപ്പോൾ ആ സംഭവം ഇന്ന ആൾക്ക് ചെയ്ത് എന്ന് ഇപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിന്നോട് വന്നിങ്ങനെ പറഞ്ഞു. ഇത് നിങ്ങൾ അതിൻ്റെ ഹൗസ് മേറ്റ്സും കുറേ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഈ ഒരാൾ കപ്പ് നേടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങളായിട്ട് ഇട്ടുകൊടുത്ത ഒരു സംഭവത്തിൽ പിടിച്ച് കയറിയിട്ട് ഉള്ളൊരു കപ്പും കൂടിയാണിത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ നീ അവിടെ ജയിക്കാൻ മാത്രമുള്ളൊരു സംഭവം നീ ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ആരും എന്ന വ്യക്തി ഫേക്കായിട്ട് 50% ഓഫ് ഫേക്ക് ക്യാരക്ടറായിട്ടാണ് നിന്നത്. ഫേക്ക് ഹ്യൂമാനിറ്റി. ജിസയിലും നീ ചേർന്ന് ഫേക്ക് ഹ്യൂമാനിറ്റി. എന്ത് ഹ്യൂമാനിറ്റി നിനക്കുണ്ടായിരുന്നു? ഒരാളുടെ ജീവിതകഥ പറയുമ്പോൾ ചിരിക്കുക. അതുപോലെ തന്നെ ഒരാൾ വെയ്യാണ്ട് വീട് കിടക്കുമ്പോൾ ആൾക്കറിയാം എന്താ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എന്നിട്ടും നീ അവിടെ പറഞ്ഞ് ഡ്രാമ എന്ന് പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് എന്താ ഇത് ക്യാമറ ഉണ്ടെന്ന് നിനക്ക് പെട്ടെന്ന് ബോധ്യം വന്നപ്പോൾ നീ വന്നിട്ട് ഫേക്കായിട്ടുള്ള ഹ്യൂമാനിറ്റി കാണിച്ചു. ഇതല്ലേ നീ അവിടെ കാണിച്ചത്? ടാസ്ക് കുറേ കാണിച്ചു. നിനക്ക് TTF വരെ ബിഗ് ബോസ് നിനക്ക് എന്താ അത് തന്നിട്ടുണ്ട് ഇളവുകൾ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയ കോൺഫിഡൻസ് ആണ് നിനക്കെതിരെ അവിടെ എന്താ ശബ്ദം ഉയർത്തിയത്. അതൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കുക. നിനക്ക് അവിടെ എത്രത്തോളം പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. നീ ഒരു വീക്കെൻഡിൽ നീ ഔട്ടായി പോകണ്ടായിരുന്നു. നീ ഔട്ടായില്ല. അതെന്തുകൊണ്ട്? ഇതൊക്കെ ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. ഇത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിനക്കും കുറേ കിട്ടിയിട്ടുണ്ട്. നിനക്ക് അക്ബറിന്, നെവിന്, അനുമോൾക്കായാലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് കാക്കാനും കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് പ്രിവിലേജ്. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ജിസേലിനായാലും ഈ 60-50 ഡേയ്സ് നിന്ന ജിസേൽ എന്ത് കാണിച്ചു നിന്ന്? ഒന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, എന്താ അനുമോളൊക്കെ ദ്രോഹിക്കുന്നത് കണ്ട് നിങ്ങളെല്ലാവരും കൂടി ദ്രോഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. ഓക്കെ, വിനു ചെയ്തുകൊണ്ട് ജയിച്ചതാവണമെന്നില്ല. കാരണം വിനുവിന് പണി അറിയാം കുറച്ച്, അത്രേ ഉള്ളൂ. അത് നിങ്ങളായിട്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് നീ ഇത് അറിഞ്ഞ് കയറുമ്പോൾ നീ ആലോചിക്കേണ്ട അങ്ങനെ ചെയ്യരുത്, എങ്ങനെ കളിക്കണം എന്നുള്ളൊരു ബോധം നിനക്ക് വേണം. അല്ലാണ്ട് ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അവസാനം. ഓക്കെ, ടോപ്പ് 5 ടാസ്കുകൾ ചെയ്തതിൻ്റെ ബലത്തിലേക്ക് നിങ്ങൾ ടോപ്പ് 5 കയറായിരുന്നു. എന്തുകൊണ്ട് കയറിയില്ല? കയ്യിരിപ്പോണ്ടാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് വന്ന് കൊണടിക്കുക. അതായത് ഇൻ്റർവ്യൂ വന്നിട്ട് PR അത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു, കപ്പ് കൊണ്ട് പോയി. ഇപ്പോൾ 3 നാൾ ഇൻ്റർവ്യൂ നടക്കുക. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാ